ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കിച്ചണിലേക്ക് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ കറിയും പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ വാങ്ങിച്ചത് ഒന്ന് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊട്ടറ്റോ ഒരു 3-4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ പൂരിക്കുള്ള മാവ് കൂടി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. പൊട്ടറ്റോയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള കേട്ടോ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ പകുതി മതി, അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് റവ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ. നെസ്റ്റേഷ്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഇങ്ങനത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുക്ക്വെയർ സെറ്റ് നോക്കുന്നവർക്ക് എന്തായാലും അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നെസ്റ്റേഷ്യ എന്ന് പറയുന്നത്. ഇത് സെറാമിക് കുക്ക്വെയർ സെറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഇത് ക്രോക്കറി കളക്ഷൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഇവയെല്ലാം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇപ്പോൾ നെസ്റ്റേഷ്യയുടെ നെസ്റ്റ് ഫെസ്റ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കുക്കിംഗ് പോട്ടാണ്. 1800 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വുഡൻ ഹാൻഡിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലിഡും വരുന്നുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റി ഗ്ലാസ് പോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നൂഡിൽസ്, പാസ്ത, സൂപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സ്റ്റൗ ടോപ്പിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പോട്ടാണ് കേട്ടോ. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷർ സേഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുക്ക്വെയറിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. ഇന്നത്തെ ടീ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാലും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പൂരി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഈ കപ്പിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. ഇത് സ്റ്റാക്കബിൾ സെറാമിക് കപ്സിൻ്റെ സെറ്റാണ്. 4 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ വരുന്നത്. ഇത് ഡിഷ് വാഷർ സേഫാണ്. പിന്നെ മൈക്രോവേവിലൊക്കെ നമുക്ക് ചൂടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഗ്ലോസി ഫിനിഷിങ്ങിലാണ് വരുന്നത്. 240 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ വെക്കാനും എടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇതിൽ ചായ കൊള്ളൂ കേട്ടോ. ഇവിടെ മൂത്തയാൾ മാത്രമേ ചായ കുടിക്കാത്തുള്ളൂ. ബാക്കി ഞങ്ങൾ 4 പേരും നല്ല രീതിയിൽ തന്നെ ചായ കുടിക്കുന്നവരാണ്. അങ്ങനെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നൂഡിൽസും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതിൻ്റെയൊക്കെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നൂഡിൽസും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പീസ് നൂഡിൽസ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന സ്നാക്ക് ബൗളാണ്. ഹാൻഡിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് 4 ഡിസൈനിൽ ഇത് വരുന്നുണ്ട്. നൂഡിൽസ് ഞാനിതിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ബൗളിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചൂടുള്ള ഐറ്റംസ് ബൗളിലേക്ക് ഇട്ട് കൊടുത്താലും ഹാൻഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
ഇന്നിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് മോരുകറിയും പച്ചക്കായ മെഴുക്കുവരട്ടിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ബോക്സുകളിലാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബോക്സ്. ഇത് ഗ്ലാസ് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സാണ്. 6 സെറ്റായിട്ടാണ് വരുന്നത്. ഇത് ഏറ്റവും ചെറുത് 2 ഉണ്ട് 310 ml, പിന്നെ മീഡിയം 2 ഉണ്ട് 520 ml, പിന്നെ ലാർജ് 750 ml, എക്സ്ട്രാ ലാർജ് 1200 ml അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബേസ് വരുന്നത് ഗ്രൂവ്ഡ് ആണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത്. പിന്നെ ഇത് 7 പീസ് അങ്ങനെയും വരുന്നുണ്ട്. ഇതിങ്ങനെ പുറമേ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. മറ്റുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി നല്ല സ്പേസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ടും ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെയാണ് വാങ്ങിച്ചത്. നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഷമാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തേക്ക് പിള്ളേർ വരുമ്പോൾ ജ്യൂസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ പുറമെ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പിന്നെ സ്കൂളിൽ ലഞ്ച് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസമൊക്കെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കുമല്ലോ. ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ഓവൻ സേഫാണ്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരല്പനേരം പുറത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാനും പറ്റും കേട്ടോ. കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പോട്ടാണ്. സ്ട്രൈപ്പഡ് ആണ് ടെക്സ്ചർ വരുന്നത്. കിച്ചൺ കളക്ഷനിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണ്. മൈക്രോവേവ് സേഫാണ്. അതുപോലെ ലിഡ് വരുന്നുണ്ട്. പിന്നെ 2 ഹാൻഡിൽസ് കൂടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് പായസം, കറികൾ, പുഡിംഗ് ഐറ്റംസ് ഇതെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ്. അപ്പോൾ കുക്ക് ചെയ്ത ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവിങ് ബൗളാണ്. 950 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ലിഡ് വരുന്നത് ഗ്ലാസ് ആണ്. വുഡൻ നോബാണ് കേട്ടോ ലിഡിന് വരുന്നത്. പിന്നെ സൈഡ് ഹാൻഡിൽസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ടെക്സ്ചർ വരുന്നത് പെബിളാണ്. മൈക്രോവേവ് സേഫാണ്. ഡിഷ് വാഷർ സേഫാണ്. നമ്മൾ ഇത് ഓവനിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് വേണം കേട്ടോ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മോരുകറിയും പിന്നെ പച്ചക്കായ മെഴുക്കുവരട്ടിയും പിന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ ഇതിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതിപ്പോൾ ഈവനിങ്ങിലാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 3:30 ആയിട്ടുണ്ട്. മക്കളൊക്കെ വരാൻ സമയമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷമാമ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ തന്നെ. അപ്പോൾ അതൊന്ന് ജ്യൂസാക്കി എടുക്കുകയാണ്. ഇതൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ജഗ്ഗാണ്. അതിന് 2 ടംബ്ലേഴ്സും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് ടംബ്ലേഴ്സ് 4 വരുന്നുണ്ട്. ഞാനിപ്പോൾ 2 ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1000 ml ആണ്. ടംബ്ലേഴ്സിൻ്റെ കപ്പാസിറ്റി 250 ml ആണ് കേട്ടോ വരുന്നത്. വുഡൻ ലിഡാണ് ഇതിന് വരുന്നത്. സിലിക്കോൺ സീലിംഗ് ഗാസ്കറ്റും വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ് ഇതിൻ്റെ ബോഡി വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഫ്ലൂട്ടഡ് ഡിസൈൻ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഈ ഫ്ലൂട്ടഡ് ഡിസൈൻ. അപ്പോൾ ഞാൻ ജഗ്ഗ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഷമാം അടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ വന്ന് ഒരാൾ 4 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാൾ 4:30 ആയിട്ടോ എത്തിയപ്പോൾ മക്കൾക്കുള്ള സ്നാക്സും ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മക്കൾക്കും ഒരു ഇഷ്ടവും സന്തോഷമൊക്കെയാണ് കേട്ടോ. ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ജഗ്ഗിലൊക്കെ ഇങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കണ്ടായിട്ടും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.